ജന്മദിനം എന്നാണ് അർത്ഥം. ജന്മദിനത്തില് സന്തോഷിപ്പിക്കാനേ പാടുള്ളൂ. ഒരിക്കലും അവരെ കരയിപ്പിച്ചുകൊണ്ട് ആരും തന്നെ പ്രാങ്ക് ചെയ്യരുത്. ഒരുപാട് പ്രാങ്ക് ചെറ്റകളുണ്ട് ഇവിടെ. പ്രാങ്ക് ചെയ്യുന്ന പരമചെറ്റകള്. അവരെ അങ്ങനെ തന്നെ വിളിക്കണം. കാരണം ഒരാളെ കരയിപ്പിച്ചുകൊണ്ട് പിന്നെ ചിരിപ്പിക്കുക. എടാ, നീയൊക്കെ എവിടുന്ന് പഠിച്ചടാ ഈ ന്യായം? നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടാൻ ആളില്ലായിട്ട് സത്യം പറഞ്ഞാല്. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതെങ്കിൽ അടുത്ത കൊല്ലം ഇതേ ദിവസം തന്നെ മരണാനന്തര ചടങ്ങും കൂടെ ആഘോഷിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമാണ് ഇപ്പോഴുള്ള ചെറ്റകൾ ചെയ്തു വെക്കുന്നത്. കഴിക്കുന്ന കേക്കിന്റെ അകത്ത് പടക്കം വെച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ചെറ്റത്തരം വേറെയുണ്ടോ? നമസ്കാരം ഗൈസ്, നമ്മളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് ഒരു പയ്യന് വളരെ ദാരുണമായിട്ട് അവിടെ മരിക്കേണ്ടി വന്നു. അവന്റെ ബർത്ത്ഡേ ആണ്, അതായത് ജന്മദിനം. ജന്മദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മധുരം കൊടുക്കണം, അതുപോലെ തന്നെ മറ്റു ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്യണം. അതോടൊപ്പം ഈ ജന്മദിനം ആരാണ്, അവരെ നമ്മൾ വിഷ് ചെയ്യണം, അവര് സന്തോഷിക്കണം. അതാണ് ശരിക്കും ജന്മദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനിച്ച വർഷം ആഘോഷിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇതുപോലുള്ള പിള്ളേഴ്സ് ചെയ്തു വെക്കുന്നത്, നിങ്ങളുടെ ജന്മദിനം ഇപ്പം ഉദാഹരണത്തിന് 2026 ജനുവരിയിലാണെന്ന് കൂട്ടിക്കോ, അടുത്ത വർഷം നിങ്ങൾക്ക് മരണാനന്തര ചടങ്ങും കൂടെ നിങ്ങളുടെ വീട്ടുകാർക്ക് ആഘോഷിക്കാനുള്ള ഇടയാവും. അല്ലെങ്കിൽ അതോർത്ത് ദുഃഖിക്കാനുള്ള ഇടയാണ് ഈ ചെറ്റകൾ ഇവിടെ ഒരുക്കി വെക്കുന്നത്. അവിടെ ആ വീട്ടിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബർത്ത്ഡേ ഫംഗ്ഷന്റെ പേരും പറഞ്ഞ് കേക്കിന്റെ അകത്തൊക്കെ പടക്കം വെച്ച് പൊട്ടിക്കുക. എന്തോരം ക്രിമിനൽസ് ആണ് അവിടെ അരങ്ങേറിയത്. അവര് ചെയ്തു വെച്ചത് സത്യം പറഞ്ഞാല് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് അവിടെ കാണുന്നത്. അതായത് ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുക, അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും സൃഷ്ടിക്കുക. എന്താണ് നിങ്ങളൊക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നാട്ടുകാർ നല്ല രീതിക്ക് തന്നെ ഇവരെയൊക്കെ പഞ്ഞിക്കിടണം, എന്നിട്ട് ഗവൺമെന്റിന് വിട്ടുകൊടുക്കണം, പോലീസിന് വിട്ടുകൊടുക്കണം. അല്ലാതെ നിയമത്തിന്റെ മുന്നിൽ മാത്രം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെ ഇറങ്ങി വന്ന് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ചെയ്തു വെക്കും. ബർത്ത്ഡേന്റെ പേരിൽ എന്തൊക്കെ കുരുതികളാണ് ഇപ്പൊ നാട്ടിൽ സംഭവിക്കുന്നത്. ജന്മദിനത്തിന് ഒരാൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, പക്ഷേ നെക്സ്റ്റ് വർഷം അവരെ മരണാനന്തര ചടങ്ങ് അവിടെ നടത്തേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തോരം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ഈ പറയുന്ന വീഡിയോസിന്റെ ഒരു തുമ്പ് പോലും ഞാൻ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കളിക്കുന്നുണ്ട് ഈ വീഡിയോ. ഞാൻ ജസ്റ്റ് തംബ്നെയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് തീർച്ചയായിട്ടും അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടാ. കാരണം നമ്മൾ തൊണ്ട കീറി അലർന്നിട്ടൊന്നും ഇവിടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നാമതേ ഇവിടുത്തെ നിയമത്തിന് ഇപ്പൊ ആർക്കും പേടിയില്ല. അതാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറഞ്ഞാൽ. കാരണം ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇവിടെ ചെയ്യുമ്പോൾ അവരെ പിടിച്ചു കെട്ടാൻ പാകത്തിനുള്ള നിയമവും വേണം, നാട്ടുകാരും വേണം. ഒന്നുമില്ലെങ്കിൽ ഇനി നമ്മുടെ നാട്ടുകാരെങ്കിലും രംഗത്തോട്ട് വരണം. ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് വീട്ടുകാർ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. അടച്ചിട്ട റൂമിൽ നിങ്ങൾ ഒരിക്കലും വിടരുത്. പബ്ലിക്കായിട്ട് നിങ്ങൾ കാണുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ എന്ത് തേങ്ങാ പുണ്ണാക്കായാലും നിങ്ങൾ ആഘോഷിക്കാൻ വിടാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഒരു പയ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അധ്വാനിച്ച് പൈസയൊക്കെ നേടി ജോലിയൊക്കെ നേടി ഒരു കുടുംബത്തിനെ പോറ്റി വളർത്തേണ്ട ഒരു അത്താണിയെയാണ് അവിടെ കൊന്നൊടുക്കിയത്. അതും കേവലം ഒരു ബർത്ത്ഡേന്റെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനെ പോലുള്ള ചെറ്റകളാണ് ഈ ബർത്ത്ഡേന്റെ മഹാത്മ്യം കളയുന്നത്. ഇപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് പേടിയാ. കാരണം എന്ന് വെച്ചാല് ജന്മദിനമാണെങ്കിലും അന്ന് തന്നെ മരിക്കുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത്. എടാ, നീയൊക്കെ കളിച്ചു കൂട്ടുന്ന കാര്യം കൊണ്ട് നീയൊക്കെ ജയിലിൽ കിടക്കുന്നതല്ല, നിന്റെയൊക്കെ വീട്ടുകാരും ഈ മരിച്ചുപോയ പയ്യന്റെ വീട്ടുകാരും അനുഭവിക്കുന്ന ആ ഒരു വിഷമം എത്രത്തോളയാന്നുള്ളത് നീയൊക്കെ അറിഞ്ഞിരിക്കണം സത്യം പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ചെറ്റകളെ വിടാൻ വേണ്ടി പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ദാരുണമായിട്ടാണ് ഒരു പയ്യനെ അവിടെ അവർ ചെയ്തത്. കഴിക്കുന്ന കേക്കിന്റെ അകത്ത് പടക്കം വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. നാളെ ഇവര് രാജ്യത്തിന് ബോംബ് വെക്കില്ലേ? ബർത്ത്ഡേ ഫംഗ്ഷന്റെ രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. മുട്ട എറിയാറുണ്ട്, മൈദപ്പൊടി കലക്കി ഒഴിക്കാറുണ്ട്. അതൊക്കെ ഓക്കെ, നമുക്ക് അനുവദിച്ചു കൊടുക്കാം, വിടാം, ഓക്കെ. അതും പരിധി കഴിയാൻ പാടില്ല ഒരിക്കലും. അതിനും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കഴിക്കുന്ന കേക്കിന്റെ അകത്ത് പടക്കം വെക്കുന്ന ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതുപോലുള്ള ക്രിമിനൽസിനെ എത്രത്തോളം തുടരാൻ അനുവദിക്കുന്നോ അത്രയും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചില പാരന്റ്സ് ഉണ്ട് കുട്ടികളൊക്കെ വളരെ ലളിതമായിട്ട് വിടുന്നത്. അവനൊരു 22 വയസ്സായി, ഇനി അവൻ നോക്കിക്കോളും, ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന പണ്ടത്തെ പഴഞ്ചൊല്ല്, ആണുങ്ങള് അല്ലെങ്കിൽ ആൺകുട്ടികളാകുമ്പോൾ തല്ലും പിടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിക്കോ. കാരണം എന്ന് വെച്ചാല് അത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. കാരണം പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പം എന്ന് പറയുമ്പോൾ കുട്ടികൾ പരസ്പരം തല്ലുകൂടി മരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും ഇവിടെ കാണാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ പല സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യം.
അപ്പോ നിങ്ങൾ പണ്ട് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതൊരിക്കലും നടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പണ്ടാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്. ഇപ്പൊ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികൾ ചെയ്തു വെക്കുന്നത് ഒരുമിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ തന്നെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ്. ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് കിടന്ന് കറങ്ങി കളിക്കുന്ന പരിപാടി ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഇതുപോലെ ചെയ്യുന്ന പല ആൾക്കാർക്കും നല്ല രീതിക്ക് തന്നെ പണിഷ്മെന്റ് കൊടുക്കണം. അതിന് നമ്മൾ നാട്ടുകാരും മുന്നോട്ട് വരണം. ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ നഷ്ടപ്പെട്ടത് ഒരു പയ്യന്റെ ജീവനാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ, സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അകത്ത് അവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറപ്പ് വരും. അത്രയും ചെറ്റതയാണ് അവരവിടെ ചെയ്തു വെക്കുന്നത്. ഇവനെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയാം, കുട്ടികളോട് ഒരിക്കലും ഇതുപോലെ അക്രമ രീതിയിൽ ചെയ്യരുത്. നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചോ, പരമാവധി കേക്ക് കട്ട് ചെയ്യുക, കുറച്ച് ആൾക്കാർക്ക് മിഠായി കൊടുക്കുക, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കാൻ പറ്റുമെങ്കിൽ ഡാൻസ് കളിക്കുക. അല്ലാതെ ഇതുപോലുള്ള അക്രമങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു മാതൃകയായിട്ട് മാറണം. നല്ല രീതിക്ക് ആഘോഷിക്കുക, അത് മറ്റുള്ള ആൾക്കാരും കാണണം. ഓക്കെ, ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഒരാളെ സന്തോഷിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ഒരിക്കലും ആ ബർത്ത്ഡേ ഉള്ള ആ ഒരു വ്യക്തിയെ കരയിപ്പിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു അനിയത്തി, അതായത് ഒരു അനിയത്തി കുട്ടി ഒരു ഏട്ടന് സർപ്രൈസ് കൊടുക്കുകയാണ് 2 പ്രാങ്കർമാരെ വെച്ചിട്ട്. അതായത് ആ പയ്യനെ കരയിച്ചു. വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി 2 ആൾ വന്ന ആ പയ്യനോട് തർക്കിക്കുകയാണ്. അപ്പൊ ആ ബർത്ത്ഡേ ദിനത്തിന് ആ പയ്യൻ കരയുന്നൊരവസ്ഥ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സർപ്രൈസ് ചെയ്യുക. എടാ, ഇതൊക്കെ തെറ്റല്ലേ? എന്തിനാടാ ഒരാളെ കരയിപ്പിച്ചുകൊണ്ട് ബർത്ത്ഡേ ആഘോഷിപ്പിക്കുന്നത്? അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാളെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിക്കുക. ബർത്ത്ഡേ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അതാണ്. ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഒരാളെ കൊല്ലാനോ പരമാവധി കരയിപ്പിക്കാനോ അല്ല. ബർത്ത്ഡേ ദിനത്തിന്റെ അന്ന് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു. നിങ്ങളുടെ ഫ്രണ്ടാണോ, നിങ്ങളുടെ ഏട്ടനാണോ, നിങ്ങളുടെ അനിയത്തിയാണോ എന്നൊന്നും നോക്കണ്ട. അവര് കരയാനിടയായി കഴിഞ്ഞാൽ പൊന്നു മക്കളെ നിങ്ങൾ മനസ്സിലായിക്കോ, അത് ബർത്ത്ഡേ ആഘോഷമായിട്ട് പെടൂല. നിങ്ങൾ തോറ്റു. കാരണം ബർത്ത്ഡേ ദിനത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷമാണ് കൊടുക്കേണ്ടത്. സങ്കടപ്പെടുത്തിക്കൊണ്ട് പിന്നെ നമ്മൾ സന്തോഷിപ്പിക്കുക, അത് തെറ്റായിട്ടുള്ള ഒരു ന്യായമാണ്. ഇത് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഈ ഒരു നയം മാറണം. ഈ ഒരു നയം മാറണം. ബർത്ത്ഡേ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബർത്ത്ഡേ ഉള്ള വ്യക്തിയെ പരമാവധി സന്തോഷിപ്പിക്കുക. ആ ഒരു ദിവസമല്ലേ ഉള്ളൂ. കേക്ക് കട്ട് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ഫോട്ടോസ് ഇടുക, ഇനി പാട്ടൊക്കെ പാടാൻ പറ്റുമെങ്കിൽ പാട്ട് പാടുക, അവരോടൊത്ത് ഡാൻസ് കളിക്കാൻ പറ്റുമെങ്കിൽ പറ്റുക. അങ്ങനെ എത്ര നല്ല നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ശീലിക്കാത്തത്? അല്ല, നിങ്ങൾ ഈ പടക്കം വെച്ച് പൊട്ടിക്കുന്നതൊക്കെ എവിടുന്ന് പഠിച്ചിട്ട് വന്നയാടാ? കേക്കിന്റെ അകത്ത് നിങ്ങൾക്ക് വെക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെക്കാൻ പറ്റാത്ത പല സ്ഥലത്തും വെക്കും. നമ്മൾ കൂടുതൽ പറഞ്ഞ് തൊണ്ട അലച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വളരെ ലളിതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആർക്കും വലിയ പേടിയൊന്നുമില്ല. ഒരാൾ ചത്താൽ തന്നെ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ചുറ്റിലും. അത് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, ഭാവി കളയാണ്ടിരിക്കുക, ജീവൻ കളയാണ്ടിരിക്കുക. താങ്ക് യു.